പിന്നെ സംഭവിക്കാൻ പോകുന്നത് അന്ന് പറഞ്ഞതും മധുമേടത്തിൻ്റെ പേരൊക്കെ പറഞ്ഞു. അപ്പോൾ എനിക്ക് ഇത് പറഞ്ഞിട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് പറയണമെന്നുണ്ടായിരുന്നൊരു വാക്ക്, ഇത് ആരാണ് മാധവ് മാഷ് എന്ന് ചോദിച്ചാൽ പേര് പറയല്ലേ, തീരുമാനിച്ചില്ല എന്നേ പറയാവൂ, ഇല്ലെങ്കിൽ ചിലപ്പോൾ അവർ വിളിച്ച് അന്വേഷിക്കും മലയാളത്തിൽ അതിലൂടെ കോമഡിയൊക്കെ ചെയ്ത് നിർത്തണമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അവരതൊന്ന് വിട്ടുപോകും. അഭിനയിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ പോലും പലരും അങ്ങനെ എനിക്ക് പല സിനിമയുടെ ചിലതിലൊക്കെ സംഭവിച്ചിട്ടുണ്ട്. നമ്മുടെ അടുത്ത് വന്ന് പറയുന്ന കൂടെ നിൽക്കുന്ന ആർട്ടിസ്റ്റുകളൊക്കെ വലിയ ആർട്ടിസ്റ്റിൻ്റെ പേര് പറയും, പക്ഷേ അവസാനം അവരൊന്നും കിട്ടാറുണ്ടാവില്ല. നമുക്ക് തൃപ്തിയാണ്, നമ്മളെ ക്യാരക്ടർ ചെയ്ത് പോയാൽ മതി, എങ്കിലും അതൊരു ആദിയായിട്ട് കിടക്കും. അപ്പോൾ ഇത് മധുമയം സമ്മതിച്ചു, ഇഷ്ടമായി എന്ന് വർഷമെന്ന് പറയുന്നു. ഞാനും അതുപോലെ ആ ഒരു ഡേറ്റിന് നോക്കി കാത്തിരിക്കുന്നു. പിന്നീട് കുഞ്ഞു കുഞ്ഞു മാറ്റങ്ങളോ ഇത്തിരി ഒരാഴ്ച നീളുമ്പോഴോ എനിക്ക് പ്രോബ്ലമാണ്. ഞാൻ പിന്നെ ഈ കൊടുത്ത ഡേറ്റും മറ്റടുത്ത കമ്പനിയായിട്ടും വഴക്കുണ്ടാക്കി ഇതിനെ കാത്തിരിക്കുന്നത്, എങ്ങാനും ഒരു കാരണം കൊണ്ട് അവർ മാറിപ്പോയാൽ പിന്നെ ആരെങ്കിലും ആയിരിക്കും വന്ന് പെടുക. അതുകൊണ്ട് സിനിമയുടെ മൊത്തത്തിൽ തന്നെ എനിക്ക് എൻ്റെ കാര്യം ചെയ്യുന്നതും ഇതിൽ നിൽക്കുന്ന ആളിൽ നിന്ന് കിട്ടുന്ന ഒരു സപ്പോർട്ട് കൊണ്ടേ ഒരു ആർട്ടിസ്റ്റിന് പിന്നെ തിരിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ. അതുമാത്രമല്ല അതിൻ്റെ വിജയത്തെയും അത് ബാധിക്കും. അങ്ങനെ ഞാൻ ഇത്തിരി ആദ്യ പിടിച്ചിരുന്നതാണ്, പക്ഷെ അത് സംഭവിച്ചില്ല. മധുമേടം വന്നു, അപ്പോൾ ഭയങ്കര സന്തോഷമായി. പിന്നെ 5D ക്യാമറ ചെയ്യുന്നു, എഡിറ്ററായാലും മ്യൂസിക്കായാലും എല്ലാം ഏറ്റവും നല്ല കൂട്ടുകാരെ തന്നെ വർഷം കണ്ടുപിടിച്ചപ്പോൾ അത് ഭയങ്കര ഭാഗ്യമായിട്ട് എനിക്ക് തോന്നി. ഇനി 19-ാം തീയതിക്ക് ശേഷം മുതൽ അങ്ങോട്ടുള്ള ഇതിൻ്റെ ഒരു ജാതകം കൂടെ അറിയാനുള്ള ഒരു ചങ്കടിപ്പോടെയുള്ളൊരു കാത്തിരിപ്പുണ്ട്. ഇത് തന്നെ സ്നേഹം, എല്ലാവരും പരസ്പരം സ്നേഹവും. അതിന് പേര് പറയാൻ പറ്റില്ല, ചിലപ്പോൾ പ്രേമമാണോ അല്ലെങ്കിൽ അല്ലാത്തൊരു സുഹൃത്തുണ്ട്, പ്രണയം, അങ്ങനെ ഒന്നും പറ്റാത്ത സ്നേഹമുണ്ട്, ബന്ധങ്ങളുണ്ട്. അങ്ങനെ നമുക്ക് എന്ത് പേരിട്ട് വിളിക്കാൻ പറ്റും എന്നുള്ള ഒരു ആത്മബന്ധമാണ് ഇതിലെ കഥാപാത്രങ്ങൾ തമ്മിലുള്ളതെന്ന് തോന്നുന്നത്. ഇദ്ദേഹമൊക്കെ വന്നിട്ട് നമുക്ക് വളരെ അതിലിച്ചിരി ഈ സിനിമയിലൊന്ന് ചിറക് പിടിർത്തുന്ന ഒരു ആർട്ടിസ്റ്റേ ഉള്ളത് ഇദ്ദേഹമായിരിക്കും എന്ന് തോന്നുന്നു. ഇന്ദ്രചേട്ടാ വന്ന കാലം മുതലേ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ ഒന്ന് നായക നടനായിട്ട് വരണം, കുറച്ച് അവാർഡുകൾ മേടിക്കണം, നല്ല നായികമാരുടെ ഇതിൽ അഭിനയിക്കണം. ഇതൊക്കെ ആദ്യകാലങ്ങൾ നടന്നിട്ടില്ലെങ്കിലും പിന്നീട് ഈ ആഗ്രഹങ്ങളൊക്കെ ദൈവം സാധിച്ചു തന്നു. ഇപ്പം നല്ല ഏറ്റവും ഗ്ലാമറസ് ആയിട്ടുള്ള ഒരു നടിയെ കൂടുതൽ അഭിനയിക്കാൻ പറ്റി. അപ്പം ഈ ആഗ്രഹങ്ങളുടെ ഉള്ളിലുള്ള ആഗ്രഹങ്ങൾ ദൈവത്തിനോട് പറയാറുണ്ടല്ലേ? പിന്നെ പറയാറുണ്ട്. ഹേമമാലിനിയായിരുന്നു ആഗ്രഹിച്ചത്, പക്ഷെ ആ കുടുംബത്തിൽ നിന്ന് തന്നെയാണ് കിട്ടിയത്. അല്ല പണ്ട് കാലങ്ങളിൽ കുറെ സ്ട്രഗിൾ ചെയ്തു. ഇപ്പൊ പക്ഷെ നമ്മൾ പണ്ട് ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ ഇപ്പം നേടിയെടുക്കാൻ പറ്റും അല്ലെങ്കിൽ കിട്ടുന്നുണ്ട് എന്നൊരു ആഗ്രഹിച്ചിരുന്നത് പലതും പുറത്ത് പറയാൻ പറ്റാത്തതായിരുന്നു, ധൈര്യമില്ല. അങ്ങനെയുള്ള സമയത്താണ് ആ കോണത്തിലാണ് ആഗ്രഹിച്ചത്. ഇപ്പോഴും അതിലും കോണത്തിലൊന്നും മാറ്റം വന്നില്ല. പക്ഷെ ജനറേഷൻ മാറിയപ്പോൾ അത് എങ്ങനെയോ ഞാൻ അവർക്ക് പാകമാകുന്നൊരു കാലത്തിലേക്ക് വന്നതുകൊണ്ടാണ് ഞാനത് വിട്ടുപോകാതെ ഓണം ചേർന്ന് നിന്നു പോകാതെ തുടങ്ങിയത് കൊണ്ടായിരിക്കണം കൂടെ എത്താൻ പറ്റിയത്. അത് ഈ മാറിയ തലമുറയുടെ സമ്മാനം തന്നെയായിരിക്കും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം ഇന്ദ്രചേട്ടൻ പറഞ്ഞതിന് ഞാൻ പറയാം. അപ്പം ഇന്ദ്രചേട്ടൻ പറഞ്ഞു ഇന്ദ്രചേട്ടനാണ് ഒരു സൈഡ് അഭിനയിക്കുന്നു പറഞ്ഞാൽ മറ്റേ സൈഡിലുള്ള പല ആൾക്കാരും ഇന്ദ്രചേട്ടൻ ആയതുകൊണ്ട് മാറിപ്പോയി. അങ്ങനെ ചിലപ്പോൾ വരും. ആരെങ്കിലും വിചാരിക്കരുത്. എല്ലാവർക്കും വലിയ ആർട്ടിസ്റ്റോട് അഭിനയിക്കണമെന്ന് ആഗ്രഹമുള്ളപ്പോഴത്തേക്കും അങ്ങനെ ആയിരിക്കും മിക്കവാറും നടീനന്മാരെല്ലാവരും അങ്ങനെയാണ്. കൂടെ അഭിനയിക്കുന്നവർ നോക്കുമല്ലോ. അപ്പോൾ അത് നമ്മുടെ ഒരു മോഹം അങ്ങനെ വെക്കുമെങ്കിലും അവരെങ്ങനെ ചിന്തിക്കുന്നറിയില്ല. ചിലർ ആർട്ടിസ്റ്റ് അഭിനയിക്കാൻ ഉള്ളൊരു സാധ്യതയുള്ള ക്യാരക്ടറാണെങ്കിൽ അതൊന്നും നോക്കത്തില്ല. പക്ഷെ എല്ലാവരും അങ്ങനെ ആവണമെന്നില്ലാത്തതുകൊണ്ടുള്ള ആദ്യം. പക്ഷെ ഇന്ന് ഇന്ദ്രൻ ചേട്ടൻ വിചാരിച്ചാൽ നടക്കുമല്ലേ? കാരണം ഇന്ന് ചേട്ടൻ അത്രയുള്ള ഒരു ഡിമാൻഡ് ഉണ്ട്. അങ്ങനെ ഒരു കഥാപാത്രത്തെ മലയാളികൾക്ക് അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമയ്ക്ക് ചേട്ടൻ നൽകിയിട്ടുണ്ട്. ചേട്ടൻ ഈ ഇന്ദ്രൻ ചേട്ടൻ ഉണ്ടെങ്കിൽ സിനിമയിൽ കമ്മിറ്റ് ചെയ്യാം എന്നൊരു ലെവലിലേക്ക് ആർട്ടിസ്റ്റുകൾ എത്തിയിട്ടുണ്ട്. ഇന്ദ്രൻ ചേട്ടനാണെങ്കിൽ കാരണം അങ്ങനെ ഒരു ലെവലിലേക്ക് എത്തിപ്പെടാൻ ചെറിയൊരു കഷ്ടപ്പാടല്ലല്ലോ. ഇന്ദ്രൻ ചേട്ടൻ ഐശ്വര്യമായിട്ട് അഭിനയിക്കണമെന്നൊരു മനസ്സിൽ ആഗ്രഹിക്കുന്നുണ്ടോ? അങ്ങനെയല്ല ജി. എല്ലാ വലിയ ആർട്ടിസ്റ്റോടെയും ചേർന്ന് നിൽക്കുന്നത് അവരുടെ സിനിമയുടെ ഭാഗമാവണം. നല്ല അധികം കണ്ടിട്ടില്ലാത്ത കഥാപാത്രങ്ങൾ
കായം വരും കൊണ്ട് നമുക്ക് ഒന്നും ചെയ്യാൻ ഉൾക്കരുത്തം ആക്ടിങ് നല്ല കഥാപാത്രങ്ങൾ ചെയ്യണമെന്നുള്ളതാണ്. സൂര്യ സാറ് ഇന്ദ്രൻ ചേട്ടനെ പറ്റി വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് കുറേ കാര്യങ്ങൾ പറയുന്നത്. അത് മറ്റുള്ളവർക്ക് ഒരു ഇൻസ്പിറേഷൻ കൂടിയാണ്. ഇപ്പം കറുപ്പ് ഇറങ്ങിയതിന് ശേഷം ഈ പറയുന്ന പോലെ സോഷ്യൽ മീഡിയയിലാണെങ്കിലും മൊത്തത്തിൽ ഇന്ദ്രൻ ചേട്ടനെ പറ്റിയുള്ള സംസാരങ്ങളും ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. ഇന്ദ്രൻ ചേട്ടൻ്റെ ജീവിതത്തിൽ കറുപ്പിന് ശേഷം എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? ഇതുവരെ നടന്നതുപോലെ തന്നെയാണോ, അല്ലെങ്കിൽ മാറ്റങ്ങൾ എന്തൊക്കെ ഇപ്പോൾ സംഭവിക്കുന്നുണ്ട്? എന്തൊക്കെ സത്യമാണോ സ്വപ്നമാണോ എന്ന് അറിയാൻ പറ്റാത്ത, നമ്മളൊന്ന് അടുത്ത് കാണാൻ പോലും പറ്റാത്ത ആൾക്കാരോടൊത്ത് ചേർന്ന് അഭിനയിക്കാൻ കഴിയുന്നു, അവരുടെ സ്നേഹം കിട്ടുന്നു, അവർ നല്ല വാക്ക് പറയുന്നു. അപ്പോൾ അതൊക്കെ അതുകൊണ്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല സത്യമായിട്ട്. അതൊക്കെ ഒരു ദൈവാധീനം തന്നെ. ഗുരു നമ്മളെ ഗുരുനാഥന്മാരുടെ ഒരു തമിഴിൽ നിന്ന് വരുന്ന ചാൻസുകളാണെങ്കിലും ഇപ്പൊ കൂടിയോ? അതിനെപ്പറ്റിയൊക്കെ അത് നേരത്തെ അതങ്ങനെ കിട്ടാഞ്ഞിട്ടായിരുന്നില്ല. ഇത് തന്നെ ഞാൻ പേടിച്ച് തന്നെ പോയതാണ്. അപ്പം ഭാഷ ഒരു പ്രധാനമാണ്. ശരിക്കും നമ്മൾ ഈ കോമഡി ചെയ്യുമ്പോഴത്തേക്കും കരുതുന്ന ഒരു തയ്യാറെടുപ്പുണ്ട്. അത് മാറിയാലും നമുക്ക് ഭാഷ ഒരു വലിയ വിഷയമാണ്. നമുക്ക് മാറിയിട്ട് നമുക്ക് പ്രോംപ്റ്റ് കേട്ട് അല്ലെങ്കിൽ എഴുതി വെച്ചിരുന്നു പഠിച്ചതുകൊണ്ട് ആ ക്യാരക്ടറോടെ നിൽക്കില്ല. ചിലപ്പോൾ പറഞ്ഞൊരു വാക്ക് നമ്മൾ പറയില്ല, പകരം നമ്മളൊരു തലകുലിക്കലോ വാക്കിലോ ഒക്കെ പറഞ്ഞാൽ അത്രയും അറിയണം. അതുകൊണ്ട് ഞാൻ പോയിരുന്നു. ഇപ്പോൾ കുറേ പേര് വിളിക്കുന്നുണ്ട്. അപ്പം എനിക്ക് പേടിയാണ്, ഞാൻ വരുന്നില്ല എന്ന് തന്നെ തുറന്ന് പറയുന്നുണ്ട്. ഇപ്പോഴും അവരായിട്ട് നടത്തിക്കുന്നതെന്ന് വെച്ചിട്ട് ഞാൻ അങ്ങനെ പറയാറുണ്ട്. ഈ കറുപ്പ് തിയേറ്ററിൽ കണ്ടിരുന്നു ഇന്ദ്രൻ ചേട്ടൻ. പോയി കണ്ടു കഴിഞ്ഞപ്പോൾ സ്വന്തം അഭിനയം കണ്ടിട്ട് എന്ത് തോന്നി? കുറച്ചുകൂടെയൊക്കെ ആവായിരുന്നു. എവിടെയൊക്കെ ബ്ലാങ്ക് ആയിപ്പോയി. അവിടെ കൂടെയൊക്കെ ഒന്ന് മാറ്റി ചെയ്യായിരുന്നു എന്നൊക്കെ തോന്നി. ജാഫർ ബ്രോ, ഇപ്പം ബ്രോ നമ്മൾ കണ്ടിട്ടുള്ള സിനിമകൾ നോക്കിക്കഴിഞ്ഞാൽ ഇത്തിരി കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ആക്ഷൻ ഓറിയന്റഡ് ആയിട്ടുള്ള സിനിമ